പ്രിയ സഹോദരങ്ങളെ, എനിക്ക് വളരെ പ്രയാസമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് നിങ്ങളാരും കാര്യമാക്കി എടുക്കേണ്ട. എൻ്റെ പ്രയാസം ഞാൻ അനുഭവിച്ചോളാം, അത് വേണ്ട. എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്നത്, ഓർത്തോ സഭയ്ക്കൊരു പരമാധ്യക്ഷനുണ്ട്, മത്തായി 3. അവനെ വലിയവൻ ഞാൻ വിളിക്കും മത്തായി 3. അവൻ ഇപ്പോൾ ലോകപര്യടനം നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അറിയാവുന്നവരാരെങ്കിലും പറയുക, ഈ ശ്രൈയ വാഴ്വ് എന്നാൽ എന്താണ്? പുരോഹിതന്മാരോ മെത്രാന്മാരോ അല്ലെങ്കിൽ വലിയ ആത്മീയരായ ആത്മാരുണ്ട്. അവരെ കട്ടും പൊട്ടിച്ച് നടന്ന് കോടികൾ സമ്പാദിച്ചിട്ട് ഒളിവിൽ പാർത്തേച്ചും ഇവിടെ സ്കൂൾ കോളേജിൽ നിന്ന് അവിടുന്നൊക്കെ വലിയ പ്രൈസും മേടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ദൈവീയ ശുശ്രൂഷ എന്തുവാ, പള്ളി ട്രസ്റ്റി, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, ഇവരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാമെങ്കിൽ പറയുക, ഈ ശ്രൈയ വാഴ്വ് എന്താണ്? കാതോലിക്ക, ഓർത്തോ സഭയിൽ കാതോലിക്ക നെടുക നടന്ന് ശ്രൈയ വാഴ്വ് കൊടുക്കുകയാണ്. എന്തുവാണിത്? എനിക്കറിയാൻ വേണ്ടി ചോദിച്ചാൽ, സെറാഫീം, തുമ്പോൺ ഭദ്രാസനാധിപൻ സെറാഫീം, നിനക്ക് എല്ലാ അറിവുണ്ടല്ലോ, ആദ്യം പറയാ. അല്ലെങ്കിൽ റിഞ്ചു പി കോശേച്ചൻ നിന്നെപ്പോട്ട് കണിയാൻ ലോകത്തിലെങ്ങുമില്ല. നീ കവടി നിർത്താത്ത കാര്യങ്ങൾ പറയും. അതുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ശ്രൈയ വാഴ്വ് എന്താണ്? ഇപ്പോൾ കാതോലിക്കാൻ ജഡ്ജിക്കാൻ എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ച് സ്വീകരണമാകുന്നു. അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ്. സ്വീകരണം എന്നത് നല്ല രീതിയിൽ നടത്തിയിരിക്കണമെന്ന്. ആ സ്വീകരിച്ച് നടക്കുക. എന്തൊരുക്കാനാ ഒരു സഭ, ഈ ക്രിസ്ത്യ സഭയാണോ ഇത്? ഒരു ക്രിസ്ത്യ സഭയാണ് സഭ എങ്കിൽ ഈ പ്രശ്നങ്ങളുള്ള സമയത്ത് ഈ ജനവാസി കേരളത്തിലെ ക്രിസ്ത്യ സഭ ഓർത്തോ സഭയുടെ പരമാധ്യക്ഷനാണെങ്കിൽ അവനിവിടെ ഈ കേരളത്തിൽ ഇരുന്ന് ധ്യാനിച്ച് മറ്റുള്ളവരെ കൂടെ കൂട്ടി ഉപവാസവും പ്രാർത്ഥനയായിരിക്കണം. അവനെങ്ങോ ഇരുന്നുകൊണ്ട് വിളിച്ചു കോവി സമാധാനമില്ലാതെ സഹോദരങ്ങളായി ജീവിക്കാനായിട്ട് ഈ പരമധാരി യാക്കോബക്കാരുടെ പള്ളികൾ മുഴുവൻ പിടിച്ചു പറിക്കുന്ന അതിനുവേണ്ടി വിശ്വാസികളുടെ കാശ് മുഴുവൻ അവർ നേർച്ചയുടെ കാശും സംഭാവന ചെയ്തും എല്ലാം കൊടുത്ത് കേസ് നടത്തുന്ന നെറ്റുവാസി നീയാണ് ഈ പറയുന്നത്. ഇടപെട്ടായി 3. നീ ഈ സ്ഥാനത്ത് എങ്ങനെ വന്നു? നിനക്ക് ചരിത്രമെന്ന് പറയാവോ? ആ യൂളിയോസിൻ്റെ സഹസഞ്ചാരി, ആ യൂളിയോസിനെന്ന് പറയാം ഉണ്ടക്കണ്ട്, അവനെ കുറിച്ച് അവന് ഗൾഫിൽ ഒരു ദേവാലയത്തിൽ ഒരു വിശേഷ ദിവസത്തിൽ കുമാരൻ അർപ്പിക്കാൻ പോയ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. അതല്ല, അവൻ അവിടെയൊക്കെ വിശ്രമിക്കാൻ പോകുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നീയൊക്കെ മനുഷ്യരെ വിഡ്ഢികളാക്കുന്നു. ഇതെന്ത് കാരണം കൊണ്ടാണ് മനുഷ്യവിഡ്ഢികളാകുന്നത്? വിശ്വാസികൾ ബൈബിൾ വായിക്കുന്നില്ല. ഞാൻ ചോദിച്ചുള്ള വിശ്വാസികളെ, നമ്മുടെ ക്രിസ്തു ക്രൂശിൽ മരിച്ചു. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്രിസ്തു, യേശു ലോകത്തിൽ ജനിച്ചു. എത്ര പുരോഹിതന്മാർ യേശുവിനെ കാണാൻ ചെന്നു. യേശുവിനെ കാണാൻ ചെന്നു എന്ന് ചോദിച്ചത് നിങ്ങൾ വെറുതെ വേണ്ട.
അത് കഴിഞ്ഞിട്ട് യേശു 33.5 വർഷം ഈ ലോകത്തിലുണ്ടായിരുന്നു. ഏത് പുരോഹിതനോട് എടാ നീ ഇത് ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് കാര്യം. നല്ല ശമരിയക്കാരൻ ആ ധന്യവാസി പുരോഹിതൻ ഒരു മനുഷ്യൻ മുറിവേറ്റ് വഴിയിൽ കിടന്ന് കണ്ടിട്ട് വഴി മാറിപ്പോയി എന്ന് പറയുന്നു. ഇതാണ് പുരോഹിതവർഗം. ആ യേശുവിൻ്റെ കാലത്ത് ഈ പുരോഹിതവർഗത്തെ കണ്ടത് യേശുവിനെ ക്രൂശിക്കാനായിട്ട് യഹൂദന്മാരെ കൊണ്ട് വിളിച്ചു പറയിക്കുവാനായിട്ടാണ്. അവരെ വളരെ ട്രെയിൻ ചെയ്തു. കാരണം യേശു മരിച്ചു പോവും, പിന്നെ ഞങ്ങളെ ഉള്ളു, മഹാപുരുഷന്മാരും മൂപ്പന്മാരും, പിന്നെ ഞങ്ങളെ ഉള്ളു നിങ്ങളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ് യഹൂദന്മാരെ വിശ്വസിപ്പിച്ചിട്ട് യേശുവിനെ ക്രൂശിച്ചു, ബറബ്ബാസിനെ വിട്ടു തന്നേരെ എന്ന് പറയിച്ച ദണ്ഡവാസികളാണ് ഈ പുരോഹിതവർഗ. ഈ നാമാര് മറ്റേടത്തെ കൂറാശ, ഇവിടുത്തെ കൂറാശ മറ്റേത്. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാം. വിശ്വാസികളുടെ പരമധന്യവാസ വിശ്വാസികളെ, നിങ്ങളുടെ വീട്ടിലൊരു മരണം ഉണ്ടായാൽ വീട്ടിനകത്ത് വെച്ച് ശരീരം വെച്ച് 2 പ്രാർത്ഥന, വീടിന് വെളി വെച്ച് 1 പ്രാർത്ഥന. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? വിശ്വാസികളോടാണ് ഞാൻ ചോദിക്കുന്നത്. പുരോഹിതന്മാരോട് ചോദിച്ചാൽ അവന്മാരെ ഉത്തരം പറയത്തില്ല. വിശ്വാസികൾ ഇത് അനുവദിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഉത്തരം തരണം. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അത് കഴിഞ്ഞിട്ട് ദേവാലയത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു തൈലൊഴിക്കുണ്ട്. മക്കളെ, നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. ഒരു മനുഷ്യൻ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ദൈവം കൊടുത്ത തൻ്റെ ആത്മാവ് അത് നമ്മുടെ ശരീരത്തിൽ വിട്ടുപോകുമ്പോഴാണ് നമ്മൾ മരിക്കുന്നത്. പിന്നെ ഈ മൃതശരീരം ദേവാലയത്തിൽ കൊണ്ടുവന്നിട്ട് ആ മൃതശരീരത്തിൽ ഈ മൂറോൻ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ മൂറോൻ ഉണ്ടാക്കുന്നത് മാസങ്ങളോട് ഏറ്റവും ദിവസം വ്രതമനുഷ്ഠിച്ചാണ് മൂറോൻ ഉണ്ടാക്കുന്നത്. ആ മൂറോൻ ഈ മരിച്ച മനുഷ്യൻ്റെ ശരീരത്തിൽ ഒഴിച്ചിട്ട് വഴിയാത്ര ശത്രുക്കളിൽ നിന്നും മറ്റ് ദുർഘട ഇതിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ഈ തൈല ഒഴിക്കും. എവിടെ? ഈ മൃതശരീരം പോകുന്ന കല്ലറ വരെയേ ഉള്ളൂ. ആത്മാവ് എവിടെയോ? ഞാൻ നിങ്ങളോട് ഒരുപാട് കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ കേൾക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ ഞാൻ ഈ ബൈബിളിലെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാത്ത കാര്യം, ഈവൻ ഭക്താന പുരോഹിതോ പറഞ്ഞു തരാത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. ഉൽപ്പത്തി തൊട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ പുരോഹിതവർഗം വിശ്വാസികളെ വിഡ്ഢികളാക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. അതായത് ഇവർ കുളേട്ടകളാണ്. കുളേട്ട എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല. അറിയുമെന്ന് കുറച്ച് പേർക്ക് ഇല്ല, ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. അതായത് നമ്മൾ ചില സ്ഥലത്ത് നടന്നു പോയാൽ കാലിൽ ഒരു അട്ട പട്ടി പിടിക്കും, നമ്മൾ അറിയിച്ചില്ല. അത് നമ്മുടെ കാലിൽ നിന്ന് രക്തം വലിച്ചൂറ്റി കുടിച്ചിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ കാലിൽ നിന്ന് വിട്ടുപോകും നോർമലായിട്ട്. അവർ മനുഷ്യരെ കൊല്ലുന്നില്ല. എന്നാൽ ഈ പുരോഹിതവർഗം കുളേട്ടകൾ എന്ന് പറഞ്ഞാൽ ഇവരും അതാ ചെയ്യുന്നത്. വിശ്വാസികളുടെ കയ്യിലുള്ളതെല്ലാം അവനൊരു നേരത്തെ ആഹാരത്തിന് പോലും കൈ കൊടുക്കാതിരിക്കാൻ കൊടുക്കാതെ
ആ എല്ലാ ഓരോ വിശേഷ കാര്യങ്ങൾ പറഞ്ഞ് കവറയച്ച് അത് പ്രാർത്ഥനാത്ത് കുറെ കെങ്കമ്മമാരുണ്ട്. ഇവന്മാരൊക്കെ ചേർത്ത് കേരളത്തിൽ ഏത് സ്ഥലത്ത് പ്രാർത്ഥനാത്തിന് ഓർഡർ സഭയിൽ യാത്ര പ്രാർത്ഥനാത്തിന് ആൾക്കാർ കാര്യം ചോദിച്ചാലും ഞാൻ പോയി കണ്ടെന്നും അതിൻ്റെ സത്യാവസ്ഥകളെ അറിയിക്കാം. പ്രാർത്ഥനാത്തിൽ കൂടെ കവറിങ് വരും. ഓരോ കാര്യം പറഞ്ഞ് കൊടുത്തില്ല എങ്കിൽ ഈ സത്യക്രിസ്ത്യാനി ഈ കാതോലിക്ക പറഞ്ഞുള്ളൂ, സഹോദര സ്നേഹവും സമാധാനവും നിന്റെ ഇടവകയിൽ ഒരു പാവം പിടിച്ചവൻ മരിച്ചാൽ അവന് ഏതെങ്കിലും പിരിവ് കൊടുക്കാതെ കുടിക്കുന്നുണ്ടെങ്കിൽ എടാ തന്തയ്ക്ക് മറക്കാത്തവരെ നീ അടക്കാൻ സമ്മതിക്കുമോ? നിന്റെ സഭയിലെ പുരോഹിതന്മാർ സമ്മതിക്കുമോ? നിന്നോട് ഞാൻ ചോദിക്കുന്ന, എന്നോടൊരു ജന്മവാസി എന്നോട് പറഞ്ഞു നീ പോയി ചികിത്സ എടുക്കണമെന്ന്. ആ ചികിത്സ എടുക്കണമെന്ന് പറഞ്ഞവന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവൻ ചുണയുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് സംസാരിക്കട്ടെ. എന്ത് കാരണം കൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു അത് പറഞ്ഞാൽ ഞാൻ അവന് മറുപടി കൊടുക്കാം. മക്കളെ, ഈ ലോകം അനീതിയുടെ ലോകമാണ്. നിങ്ങൾ അനീതി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് സമാധാനം മനസ്സിലുണ്ടാകത്തില്ല. കാരണം എപ്പോഴെങ്ങനെ നമുക്ക് നമ്മുടെ പഴയ മുഖ്യമന്ത്രി ഓർമ്മയുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കൂ.